എല്ലാവർക്കും എല്ലാ നന്മയോടും സ്നേഹത്തോടും കൂടി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. നല്ല കാഴ്ചകൾ എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എൻ്റെ മോർണിംഗ് എപ്പോഴും അമ്പലവും അതിനെ ചുറ്റിയുള്ള കാഴ്ചകളുമാണ്. അതെന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്യും. ആ ദിവസം മുഴുവൻ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ. കോഫി ഓർ ടീ ഏതാ നല്ലത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഫ്ലവേഴ്സ്, നല്ല ഫ്ലവേഴ്സ് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്നേഹത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം എന്തായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ ബീട്രൂട്ട് അതിൻ്റെ കളറും പിന്നെ ഹാർട്ട് പോലെയാണ്, എന്താ പറയുക, അത്രയും ടേസ്റ്റുമാണ്, വളരെ നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഡ്രീം ചെയ്യുക, നന്നായി ഭക്ഷണം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അത് എവരി നല്ലൊരു ഫുഡാണ്. ഇനി നമുക്ക് ലഞ്ച് അല്ലേ, മൈൻഡ്ഫുൾ ലഞ്ച് ആവുന്നതാണ് നല്ലത്. എന്താ മൈൻഡ്ഫുൾ ലഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഫോർമലല്ല, ഇൻഫോർമലാണ്. നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിക്കാം. നമ്മുടെ ബോഡിക്കും മൈൻഡും അത് എങ്ങനെ നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം. അതായത് നമ്മുടെ ബോഡിയുടെ സിഗ്നൽസ് നമുക്ക് മനസ്സിലാവണം. നല്ല വിശപ്പാണ് തോന്നുന്നത് വെച്ചാൽ ആ വിശപ്പ് നമ്മൾ അറിയണം. അപ്പോൾ എന്തെങ്കിലും കഴിക്കുകയല്ല, വളരെ നന്നായിട്ട് ഒരു ഐറ്റമേ ഉള്ളൂ, അത് നന്നായി കഴിക്കാം. അപ്പോൾ നല്ല ഈറ്റിംഗ് ഹാബിറ്റ് ആവണമെങ്കിൽ കിച്ചണും മൈൻഡ്ഫുള്ളായിരിക്കണം. നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിരിക്കണം അല്ലേ. ഒരു ഐറ്റം ഓർഗനൈസ് ചെയ്യണം. എന്താണ് മൈൻഡ്ഫുൾ കിച്ചൺ? ചിലത് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ഓർഗനൈസ് ചെയ്യുക, സ്പേസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് തോന്നും അല്ലേ. ഓരോ ദിവസവും നമ്മൾ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് വളരെ നല്ലതാണ്. അതായത് നമ്മളെ കംഫോർട്ട് ചെയ്യുന്നതായിരിക്കണം, നമ്മളെ നറിഷ് ചെയ്യുന്ന ഫുഡും ആയിരിക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് നമുക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് ബെറ്റർ എന്ന്. കഴിക്കുമ്പോഴും അത് എങ്ങനെയെങ്കിലും കഴിക്കാതെ എന്താ പറയുക, നന്നായി കഴിക്കുക. നന്നായി അറേഞ്ച് ചെയ്ത് കഴിക്കുന്നതിനൊക്കെ നമ്മളെ നന്നായി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബനാന ലീഫ് ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിന്നും കുറേ വിറ്റമിൻസൊക്കെ നമുക്ക് കിട്ടും. അതിന് നല്ല പാത്രങ്ങൾ, ഭംഗിയുള്ള പാത്രങ്ങൾ ഒക്കെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് മൈൻഡ്ഫുള്ളാക്കാം. മനസ്സറിഞ്ഞ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൈൻഡ്ഫുൾ എന്ന്. അപ്പോൾ ഇത്ര മതി നമുക്ക് ദിവസം നന്നാവാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി കൃഷിയിലേക്ക് വരാം. നമുക്ക് ഫാമിങ് വളരെ നല്ലതാണ്. നമ്മുടെ എന്താ പറയുക, എല്ലാ എനർജിയും നമുക്ക് തിരിച്ചു കിട്ടും. ഫാമേഴ്സ് വളരെ ഡിസിപ്ലിൻഡ് ആണെന്ന് പറയണേ. ഒരു ഒരു കുരുമുളക് ഉണ്ടായാൽ മതി, നമ്മൾ ആകെ സന്തോഷമായിരിക്കും, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇത്ര കുറച്ച് സ്ഥലമാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഫാമിങ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ മണ്ണൊക്കെ നന്നായി സംരക്ഷിക്കുക. അവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇടാതിരിക്കുക. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഫാമർ. എന്താ കാരണം, എപ്പോഴും മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലോ. ഒരു സൂപ്പർ ഹീറോ ആണ് ഫാമർ. അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് നമ്മൾ ഒന്നും ആലോചിക്കാതെ കൃഷി ചെയ്യും. കണ്ടോ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഇത്. കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ തോന്നും. അപ്പോൾ അത്രയും അഗ്രികൾച്ചറായിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഫിസിക്കൽ ബോഡിയൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ കുറച്ചൊക്കെ കിച്ചണിൽ നാളേക്ക് വേണ്ടിയിട്ട്
എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കാം, മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാം, അച്ചാറുണ്ടാക്കി വയ്ക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫുഡ് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതൊരു വലിയൊരു ഫാക്റ്റാണല്ലോ. എന്നും കിച്ചണിൽ നമുക്ക് ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ കിച്ചൺ ഒരു എന്താ പറയുക, നമുക്കധികം ഭാരമില്ലാതെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ റൈറ്റിംഗ് ഹാബിറ്റൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ഒരു പാട്ട് കേൾക്കാം അല്ലേ? Krishna